ക്രിസ്തുവേശുവിൻ്റെ നിശ്ചല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:5 മുതൽ 8 വരെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടായ്മ ബന്ധം സംരക്ഷിക്കുന്നതിൻ്റെ രഹസ്യം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പങ്കുവയ്ക്കുന്നുണ്ട്. സന്തോഷം എന്നതാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ മുഖ്യ വിഷയം. 1-ാമത്തെ അധ്യായത്തിൽ ബന്ധനങ്ങളിൽ സന്തോഷിക്കുന്ന അപ്പോസ്തലനെ കാണുന്നു. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ തൻ്റെ സന്തോഷത്തിൻ്റെ കാരണം സഭയുടെ ഐക്യവും കൂട്ടായ്മയുമാണ്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. 2:2. വിശ്വാസികളുടെ ഐക്യത പൗലോസിൻ്റെ സന്തോഷം വർദ്ധിപ്പിച്ചു. ഈ ഐക്യത നിലനിർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. കൂട്ടായ്മ നിലനിർത്താൻ ദൈവം ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായ വ്യക്തികളെയാണ്. ഈ അധ്യായത്തിൽ ഈ തരത്തിലുള്ള 4 ജീവിതങ്ങളെയും അവരുടെ മനോഭാവങ്ങളെയും ചിത്രീകരിക്കുന്നു. 1, ക്രിസ്തുവേശുവിലുള്ള മനോഭാവം. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തുവേശുവിൽ കാണുന്നത് താഴ്മയുടെ മനോഭാവമാണ്. 2 രീതിയിൽ ഈ താഴ്മ വെളിപ്പെടുത്തുന്നു. 1, തനിക്കുള്ള അവകാശത്തെ മുറുകെ പിടിക്കാതെ ത്യജിക്കുന്ന മനോഭാവം. കൂട്ടായ്മ നിലനിർത്തണമെങ്കിൽ ഈ വിട്ടുകൊടുക്കുന്ന മനോഭാവം ഉണ്ടാകണം. ന്യായമായ അവകാശങ്ങളും പദവികളുമാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. അതിൽ ഉപരിയായി സ്വന്തം ഇഷ്ടങ്ങളെ മുറുകെ പിടിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം. താഴ്മ ധരിച്ച കർത്താവിൻ്റെ ഗതസമനയിലെ പ്രാർത്ഥനയിൽ ഈ സ്വഭാവം തെളിഞ്ഞു കാണുന്നു. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം. 2, താഴ്മ ധരിച്ച കർത്താവ് ദാസരൂപം എടുക്കുന്നു. വിശ്വാസികളിൽ വിനയ സ്വഭാവം ഉണ്ടാകുമ്പോൾ കൂട്ടായ്മ ശക്തിപ്പെടുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ചവിട്ടുമെത്തയാകുന്ന സ്വഭാവം പൗലോസിലും കാണുന്നുണ്ട്. ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്. ചെറുതായിത്തീരുന്നതിലുള്ള സമ്മതം നമ്മിലുണ്ടാകണം. ചവിട്ടുമെത്തുകൾ കുറയുമ്പോൾ മുറികൾ അശുദ്ധമായി തീരുന്നത് പോലെ ദാസന്മാരാകുന്നതിലുള്ള മനോഭാവം വിശ്വാസികളിൽ കുറയുമ്പോൾ കൂട്ടായ്മയിൽ അശുദ്ധിയും ഭിന്നതയും വർദ്ധിക്കുന്നു. 2, പൗലോസിനുണ്ടായ മനോഭാവം. ഫിലിപ്പിയർ 2:17. വിശ്വാസികളുടെ വിശ്വാസം എന്ന യാഗത്തിൽ തൻ്റെ രക്തമൊഴിക്കാൻ പൗലോസ് സന്നദ്ധനായിരുന്നു. വിശ്വാസികളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായി തൻ്റെ അവസാന തുള്ളി രക്തവും ചിലവിടുവാൻ താൻ ഒരുക്കമുള്ളവനായിരുന്നു. ലാഭമായിരുന്നതൊക്കെയും അവൻ ഒരിക്കൽ ഛേദമായി എണ്ണി. പദവികളും മാനങ്ങളും അവകാശങ്ങളും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ഒരിക്കലായി ത്യജിച്ചതുകൊണ്ട് തൻ്റെ ത്യാഗം തീരുന്നില്ല. ഫിലിപ്പിയിൽ ഒരു സഭയുണ്ടാകാൻ പൗലോസ് വളരെ കഷ്ടം സഹിച്ചു.
എന്നാൽ അതിനെ നിലനിർത്താൻ ഏത് ത്യാഗവും സഹിക്കാനും സന്നദ്ധനായി. ആദ്യ തുള്ളി രക്തമല്ല, അവസാന തുള്ളിയും ചെലവിടാനുള്ള സന്നദ്ധത യേശു ക്രിസ്തു അവരിൽ ഉരുവാകുവാൻ പ്രസവ വേദന അവൻ അനുഭവിച്ചു. ഗലാത്യർ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തുവാൻ അവരെക്കുറിച്ച് അവൻ ചിന്താഭാരമുള്ളവനായി. അവരെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്താൻ ഒരു രക്തസാക്ഷിയാകുന്നതിനും ഒരുക്കമുള്ളവനായി തീർന്നു. കൂട്ടായ്മ നിലനിർത്തണമെങ്കിൽ ഇതുപോലെ ചെലവായി പോകുന്ന മനോഭാവം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സമയം, സമ്പത്ത്, കഴിവുകൾ മുതലായവ നിർലോഭമായി ചെലവിടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ കൂട്ടായ്മ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്, തീമത്തിയോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. തീമത്തിയോസിന്റെ മനോഭാവം. വിശ്വാസികൾക്ക് വേണ്ടി അവൻ പരമാർത്ഥമായി കരുതുന്നവനായിരുന്നു. ഈ സ്വഭാവം ഐക്യത നിലനിർത്തുന്നതിന് വളരെ സഹായകരമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിയണം. ആവശ്യങ്ങൾ അറിയുമ്പോൾ അതിൽ പങ്കുചേരാനുള്ള മനസ്സും വേണം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിനെന്ന് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കാനുള്ള സന്നദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്. കരുതുന്ന സ്വഭാവമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാനുള്ള സന്നദ്ധതയും ഉണ്ടാകണം. കൂട്ടായ്മയിൽ ശക്തരായവർ അശക്തരുടെ ഭാരങ്ങളെ വഹിക്കാൻ തയ്യാറാകണം. കരുതുന്ന മനോഭാവം നമ്മിൽ ഉണ്ടാകാൻ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി, നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കണം. നമ്മെ തന്നെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ കരുതാൻ സാധ്യമല്ല. രണ്ടാമതായി, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം നാം നോക്കണം. ഫിലിപ്പിയ ലേഖനം 2:3. മക്കതോനിയ സഭ ഇതിന് നല്ല ഉദാഹരണമാണ്. കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. മക്കതോനിയ സഭ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണമത്രേ അന്വേഷിച്ചത്. അവരിൽ തന്നെ പ്രസാദിക്കാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ താല്പര്യം കാണിച്ചു. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പ്. 1 പത്രോസ് 4:10 ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഭൗമിക ചുറ്റുപാടുകളും ദൈവികമായ വരങ്ങളും മറ്റുള്ളവരുടെ ഗുണത്തിനായി ഉപയോഗിക്കുമ്പോൾ നാമും കരുതലുള്ളവരായി തീരും എന്ന സൂചനയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കൂട്ടായ്മ ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ മനോഭാവം ഏതെല്ലാം വിധത്തിൽ ഒരുക്കപ്പെടണമെന്ന് 3 വ്യക്തികളുടെ മനോഭാവത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് ഇങ്ങനെയുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ പഴയതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു വലിയ പോരായ്മയാണ്, പരാജയമാണ്. അത് നിലനിർത്താൻ, പുനരാരംഭിക്കാൻ വിട്ടുവീഴ്ചയുള്ള മനോഭാവം നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ കരുതാൻ, ചേർത്ത് നിർത്താൻ, അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാൻ, സാന്ത്വനം നൽകാൻ കൂട്ടായ്മ ബന്ധം നമുക്ക് ആവശ്യമാണ്. ക്രിസ്തുവിൽ ഒന്നായി ഐക്യമത്യമുള്ളവരായി തീരാൻ നമ്മളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഇന്നത്തെ ജീവിത ആവശ്യങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മഹാകാരുണ്യവാനായ പിതാവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയ്ക്കായി അടിയങ്ങൾ യാചിക്കുന്നു. ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായിക്കണമേ. വിട്ടുകൊടുക്കുന്നതിനുള്ള മനോഭാവം ഞങ്ങളിൽ വളർത്തണമേ. സ്നേഹിക്കാനും കരുതാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം പേറുന്നവരായി ഈ ഭൂമിയിൽ ഞങ്ങളുടെ ശിഷ്ടായുസ്സിനെ മാറ്റുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത സാന്നിധ്യം പകരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തീകരിക്കാനുള്ള കൃപയും എളിമയും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ നാളുകൾ ദൈവം അവരുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കണമെന്ന് യാചിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും, നമ്മുടെ ആവശ്യങ്ങളോടും, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.